വെൽക്കം ടു ടച്ച് കണക്ഷൻ. ഞാൻ രാജേന്ദ്ര മൈതാനിൽ ഒരു ചെറിയൊരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ കുറെ മാലാകമാരിങ്ങനെ കയ്യിൽ കുറെ പുതിയകളായിട്ട് ഗ്രൗണ്ടിലേക്ക് വന്നാറുണ്ട്. അപ്പൊ ഇതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടിട്ട് ഞാൻ അവിടെ കുറച്ചേരം സ്പെൻഡ് ചെയ്തു. അപ്പൊ അവരൊരു വലിയൊരു ഇഫ്താർ വിരുന്ന് നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അപ്പൊ ഞാൻ അവിടെ പോയിട്ട് അവരോട് എന്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് സംസാരിച്ച് എന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി. അപ്പൊ അവരുടെ ഇഫ്താർ വിരുന്ന് ഇതിൽ കാണിക്കാനായിട്ടുള്ള താല്പര്യം കാണിച്ച് ഞാനങ്ങനെ കുറച്ച് ഫുട്ടേജ് ഒക്കെ എടുത്ത് അവര് മെഡിക്കൽ ട്രസ്റ്റില് ഫിസിയോതെറാപ്പി സ്റ്റുഡൻസ് ആണ്. അപ്പൊ അവരുടെ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയും കുറെ ആൾക്കാർ വരാനുണ്ട്. അപ്പൊ ഞാൻ അവിടെയുള്ള കുറെ പിക്ചറൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകുന്നു. കാരണം അന്ന് വൈകുന്നേരം തന്നെ ഞങ്ങളുടെ ഷട്ടിൽ ടീമിന്റെ ഒരു ഇഫ്താർ വിരുന്ന് പച്ചാളത്ത് നടത്തണ്ടായിരുന്നു. അപ്പൊ അത് കാരണം ഞാൻ പിന്നെ അവരുടേതായ ഒരു പ്രൈവസി നമ്മൾക്ക് അതുകൊണ്ടിട്ട് ഞാനിങ്ങനെ അവരോട് ഈദ് ആശംസകളെല്ലാം പറഞ്ഞിട്ട് തിരിച്ചു പോകും. ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം 7 മണിക്ക് പച്ചാളത്ത് പി.ജെ. ഗ്രൗണ്ടിന്റെ അവിടെ ഞങ്ങളുടെ ഷട്ടിൽ ടീമിന്റെ ഒരു ഇഫ്താർ വിരുന്ന് ഉണ്ടായിരുന്നു. അത് അറേഞ്ച് ചെയ്യണത് മലപ്പുറത്തുള്ള നസീർക്കായും സലീമുമായിരുന്നു. അപ്പൊ ഞാൻ വേഗം തന്നെ അവിടെ വന്ന് ആ വിരുന്ന് അടുത്തതിലേക്ക് നമ്മൾ പങ്കെടുത്തു. അവിടെ വീട് അറേഞ്ച് ചെയ്തത് നമ്മുടെ കൂടി കളിക്കണ മിസ്റ്റർ സബാസ്റ്റിനാണ്. ആ വീടില് നിറയെ പൂക്കളും ചെടികളൊക്കെയാണ്. അപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവർക്ക് ആ ചെടികളോടുള്ള സ്നേഹം നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അകത്ത് നമ്മൾ കയറി. അപ്പൊ ഹായ് സലാം. അപ്പൊ നമ്മുടെ സലാം അവിടെ തരിക്കഞ്ഞി ഉണ്ടാക്കണ ഒരു തിരക്കിലാണ്. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ടേഴ്സിലേക്ക് പോയി. അതില് തണ്ണിമത്തൻ, മുന്തിരി, കട്ട്ലറ്റ്, ഉന്നക്കായ, പിന്നെ ഈ തരിക്കഞ്ഞി ഇത്രയും ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം എല്ലാവരും കൂടി കഴിച്ച് അതിനുശേഷം ഇവർക്ക് പള്ളിയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഫാമിലി ഉണ്ടായിരുന്നു. അതായത് സലാം ഉണ്ടായിരുന്നു, നസീർക്ക് ഉണ്ടായിരുന്നു, സലാമിന്റെ 2 കുട്ടികളുണ്ടായിരുന്നു. അവരെല്ലാം കൂടി നേരെ പള്ളിയിലൊക്കെ പോയിട്ട് ഒരു 8 മണിയായപ്പോ തിരിച്ചു വന്നു. അതുവരെ ഞങ്ങളവിടെ കുറച്ച് പേര് കമ്പനിയൊക്കെ അടിച്ചിരുന്ന്. അങ്ങനെ ഞങ്ങള് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഡിന്നർ അറേഞ്ച് ചെയ്തേക്കണത് അവർക്ക് മലപ്പുറത്ത് നിന്ന് കൊണ്ടുവരാൻ പറ്റൂലല്ലോ ഫുഡല്ല. അപ്പൊ എസ്ആർഎം റോഡിലുള്ള ഏതൊരു കാറ്ററിംഗ് ആണ് അറേഞ്ച് ചെയ്തത്. അപ്പൊ ഈ ഫുഡ് കഴിച്ചിരുന്നപ്പോ ആ ചിക്കൻ കറി ഒരു നമ്മള് ഇവിടെ കഴിക്കണ ഒരു ടേസ്റ്റ് ആയിരുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് അവര് മലബാറി ഉള്ള ആൾക്കാരായതുകൊണ്ടിട്ട് അവർ ആ സ്റ്റൈല് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു ടേസ്റ്റിൽ ഉണ്ടാക്കിയതായിരിക്കണം. ഭയങ്കര നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ആ ചിക്കൻ കറി. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചു നേരം ഫ്രണ്ടിൽ വന്നിരുന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് അവിടെ നിന്ന് തിരിഞ്ഞു. അപ്പൊ ഇത് നല്ലൊരു വിരുന്നായിരുന്നു. ഇനിയും മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും ഇതുപോലെ ഉള്ള വിരുന്നുകൾ കൂടുതലും ഉണ്ടാകട്ടെ. എന്റെയും ടച്ച് കണക്ഷൻസിന്റെയും ഈദ് ആശംസകൾ.